സഹോദരങ്ങളെ, ഇത് മദീനയെ കുറിച്ച് പറയുന്ന പരിശുദ്ധമായ ദിവസത്തിന്റെ പരിശുദ്ധമായ സലാത്തിന്റെ ദിവസമാണ്. ഇവിടെ പറയുന്നത് മുഹമ്മദ് നബിയാണ്. ഇവിടെ പറയുന്നത് ആമിനാന്റെ ചരിത്രം തീർത്ത പുണ്യമോനെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് അബ്ദുള്ളയുടെ ചരിത്രം തീർത്ത മഹാനായ അഷ്റഫുൽ ഖൽഖിനെ കുറിച്ചാണ്. ലോകം മുഴുവനും ആ പ്രവാചകന്റെ മദീനയിലേക്ക് ഒഴുകുന്നു. ആ മദീനയാണ് നമ്മുടെ ലക്ഷ്യം. ആ മദീനയിലേക്കാണ് നമ്മുടെ പ്രഭാഷണം, പ്രബന്ധം, വായനയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേൾക്കുമ്പോൾ ഉറക്ക സ്വലാത്ത് പറയണേ, ഉറക്ക സ്വലാത്ത് പറയണേ. ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്ക സ്വലാത്ത് പറയണേ. ഒന്നുകൂടി നിങ്ങളുടെ സ്വലാത്തുകൾ മുഹമ്മദ് മുസ്തഫ താജ്ദാരെ മദീന മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ മാസ്മരികതയുടെ മഴവില്ലുവിടെ വിരിയട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് നമ്മളെ കൈവിട്ടാലും, ഏത് കുടുംബം നമ്മളെ കൈവിട്ടാലും, ഏത് ഭാര്യമാര് നമ്മളെ ഉപേക്ഷിച്ചാലും, ഏത് ഭർത്താക്കന്മാര് നമ്മളെ ഉപേക്ഷിച്ചാലും, ആരൊരുവൻ സഹായിച്ചില്ലേലും ആരില്ലേലും നമുക്ക് വേണ്ടി ദുനിയാവിലും നാളെ ആഖിറത്തിലും നിലകൊള്ളുന്ന നിലകൊണ്ട ഒരു പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലേക്ക് പിറന്നു വീണപ്പോ റഹ്മത്തിന്റെ മാലാലമാര് മർഹബയുടെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ നബിതങ്ങളെ പിറന്നു വീണപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലാണ്. ആ റസൂലുള്ള ജനിച്ചു വീണപ്പോഴാണ് ഈ മലായികത്തീങ്ങൾ അവിടെ നിന്ന് മർഹബ പാടിയത്. സുബ്ഹാനല്ലാഹ്. ആ പ്രവാചകന്റെ അനുരാഗ സംഗീതമാകുന്ന സ്വലാത്തിന്റെ സഭയില് ആറാലമ്മൂടെ പരിശുദ്ധമായ തെക്കാപ്പള്ളിയുടെ പരിസരത്തിൽ വെച്ച് ഓടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നത്തെ സ്വലാത്ത് നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയിട്ടുണ്ട്. ആ ഹബീബ് പിറന്നു വീണപ്പോഴാണ് ഈ ലോകം മുഴുവനും അവിടുന്ന് മർഹബ പാടിയത്. ആ ഹബീബ് പിറന്നു വീണപ്പോഴാണ് ഈ ലോകം മുഴുവനും മർഹബ പാടിയത്. മലക്കുകൾ അവിടുന്ന് മർഹബ പാടിയത്. ആ പ്രവാചകൻ അവിടുന്ന് പിറന്നു വീണപ്പോഴാ അമ്പരവാസികളാ മലക്കുകൾ മർഹബ പാടില്ലേ. അമ്പിയരാജനബി പിറവിതൻ ദിനത്തെ വാഴ്ത്തുന്നില്ലേ.